കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടോ എന്ന് വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഇന്ന് നമുക്ക് നോക്കാം. ഡോക്ടേഴ്സ് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന പരിശോധനകളിൽ ഒരു പരിശോധനയാണ് ഇത്. ഇതിന്റെ പേര് ഫലൻസ് ടെസ്റ്റ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ കൈ ഉയർത്തുക. കൈ ഉയർത്തിയതിനു ശേഷം റിസ്റ്റ് ലെവലിൽ കൈ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. എന്നിട്ട് കൈയുടെ പുറകു വശം രണ്ടും തമ്മിൽ മുട്ടുന്ന രീതിയിൽ ചെസ്റ്റ് ലെവലിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. എത്ര നേരം ഹോൾഡ് ചെയ്യണം? മൊത്തം 60 സെക്കൻഡ് എന്ന് വെച്ചാൽ 1 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കൈയിലേക്ക് തരിപ്പ് അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഈ 3 വിരലിൽ മാത്രമാണ് നമുക്ക് തരിപ്പ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി എല്ലാവർക്കും റിസ്റ്റ് ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. ഫുള്ളായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ബെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ ബെൻഡ് ചെയ്ത് ഈ പറഞ്ഞ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഈ പരിശോധന ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിൽ മരവിപ്പ് അനുഭവപ്പെടുന്നത്? ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ മടക്കുന്ന സമയത്ത് റിസ്റ്റിനുള്ളിൽ പ്രഷർ കൂടുതലായതിനു ശേഷം മീഡിയൻ നെർവിന് കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മരവിപ്പ് അനുഭവപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ പോയി കാണുക. ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും കയ്യിൽ മരവിപ്പ് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിച്ച് ചികിത്സ എടുക്കേണ്ടതാണ്.